വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെ സ്റ്റേക്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാം അല്ലെങ്കിൽ വിഡ്രോ ചെയ്യാം എന്നുള്ളതാണ്. കുറേ പേര് അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ ഇത് ചെയ്യാം എന്നുള്ള കാര്യം. അതിപ്പോൾ ലോക്കൽ കറൻസി ആയിക്കോട്ടെ ക്രിപ്റ്റോ ആയിക്കോട്ടെ, അതായിരിക്കും നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണെങ്കിൽ വാലറ്റ് എന്നുള്ള ഓപ്ഷൻ നിൽക്കി അത് ഡെപ്പോസിറ്റ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അത് ലോക്കൽ കറൻസി ആണെങ്കിൽ നമ്മളിപ്പോൾ ലോക്കൽ കറൻസിയാണ് ഇവിടെ ഞാൻ കാണിച്ചുതരാം. ലോക്കൽ കറൻസിയാണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇത് ലോക്കൽ കറൻസിയാണ്, INR. ബാക്കിയൊക്കെ ക്രിപ്റ്റോ ആണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ലോക്കൽ കറൻസിയാണ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതെങ്കിൽ ലോക്കൽ കറൻസി സെലക്ട് ചെയ്തതിന് ശേഷം വാലറ്റ് കൊടുക്കുക. വാലറ്റ് കൊടുത്ത് ഡെപ്പോസിറ്റ് എന്നുള്ള ഓപ്ഷൻ ഞെക്കി കഴിഞ്ഞാൽ ഡെപ്പോസിറ്റ് എന്ന ഓപ്ഷൻ ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും നമുക്ക് എത്ര എമൗണ്ട് കൊടുക്കാൻ വേണ്ടി പറയും അവർ. ഇതിൽ മിനിമം 500 മാക്സിമം 50,000 വരെ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ മിനിമം 500 കൊടുത്ത് ഡെപ്പോസിറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് അപ്പോൾ ഇത് ഇങ്ങനെ ഒരു പേജിൽ വരും. ഇങ്ങനെ ഒരു പേജ് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ UPI ID ചോദിക്കും അവർ. UPI ID എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയണ്ടാവുമല്ലോ, GPay വഴി നമുക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ UPI ID എടുക്കാൻ വേണ്ടി പറ്റും. നമ്മൾ സ്കാനറിൻ്റെ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ UPI ID നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ ഒരു UPI ID ഇവിടെ അടിച്ചു കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ ചെയ്യുക. നമ്മൾ ജസ്റ്റ് ഒന്ന് അടിച്ച് കാണിച്ചു തരാം. ഓക്കെ, കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു പേജിൽ ഡയറക്റ്റ് വെയിറ്റ് ഇതാ ഇങ്ങനെ ഒരു സ്ക്രീൻ വന്നു കഴിഞ്ഞാൽ നമ്മളെ GPayയിൽ ഇപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വരും. അത് ഇങ്ങനെ മണി റിക്വസ്റ്റ് ചെയ്തിട്ടൊരു നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്ത് പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു ടിക്ക് വരും. അതോടെ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആവും. ഓക്കെ, ഇനി വിഡ്രോ ചെയ്യാനാണെങ്കിൽ വാളറ്റിൻ്റെ ഓപ്ഷൻ. അത് നമുക്കിപ്പോൾ ലോക്കൽ കറൻസിയാണ് വിഡ്രോ ചെയ്യണമെങ്കിൽ ലോക്കൽ കറൻസി സെലക്ട് ചെയ്തിട്ട് വേണം വാലറ്റ് ടാപ്പ് ചെയ്യാൻ വേണ്ടി. അതിനുശേഷം വിഡ്രോ ചെയ്യുക. വിഡ്രോ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇതിലിപ്പോൾ അമൗണ്ട് ഇവിടെ 0 ആണ്, എൻ്റെ കയ്യിൽ ഫണ്ടൊന്നും ഇല്ല. അപ്പോൾ അതാണ് വിഡ്രോൻ്റെ ഓപ്ഷൻ ഇവിടെ തെളിഞ്ഞു വരാത്തത്. അല്ലെങ്കിൽ ഇവിടെ വിഡ്രോ എന്നുള്ള ഓപ്ഷൻ കാണും. അതിൻ്റെ ശേഷം ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പർ കാര്യങ്ങൾ കൊടുക്കാൻ അവർ ചോദിക്കും. അതായത് ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, ബാങ്ക് ബ്രാഞ്ച് നെയിം, ബാങ്ക് ബ്രാഞ്ചിൻ്റെ കോഡും. ഈ ഒരു 4 കാര്യങ്ങൾ നമ്മളിപ്പോൾ ഏത് ബാങ്കിൻ്റെ പാസ്ബുക്ക് നോക്കിയാൽ ഈ 4 കാര്യങ്ങൾ നമുക്ക് അതിൽ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ 4 കാര്യങ്ങൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ അക്കൗണ്ട് അവിടെ സേവ് ആയി കിടക്കും. പിന്നെ നമുക്ക് എപ്പോഴൊക്കെ വിഡ്രോ ചെയ്യണോ ആ ബാങ്ക് സെലക്ട് ചെയ്ത് നമുക്കതിൽ വിഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ വിഡ്രോ ചെയ്യുക. അതിലിപ്പോൾ എൻ്റെ കയ്യിൽ ഫണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് എനിക്കത് കാണിച്ചു തരാൻ വേണ്ടി പറ്റാത്തത്. ഫണ്ട് ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തന്നേനെ. ബാക്കി പിന്നെ ബൈ ക്രിപ്റ്റോ നോക്കണ്ടേ. ഇവരെ ക്രിപ്റ്റോ ഒക്കെ കയ്യിൽ നിന്ന് മേടിക്കുമ്പോൾ ഫീസൊക്കെ നല്ല കൂടും. ക്രിപ്റ്റോ വരികയാണെങ്കിൽ ക്രിപ്റ്റോൻ്റെ ഞാനിപ്പോൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. കാരണം കൂടുതൽ ആൾക്കാരും ലോക്കൽ കറൻസിയിലാണ് ഇതിൽ കളിക്കുന്നത്. ക്രിപ്റ്റോ വേണമെങ്കിൽ നമുക്ക് ഞാൻ ഇതുവരെ കളിച്ചിട്ടില്ല ക്രിപ്റ്റോയിൽ. റേറ്റ് പാക്ക് എങ്ങനെ കിട്ടിയതാണെന്ന് തോന്നുന്നത് ക്രിപ്റ്റോയിൽ. ഓക്കെ ഗൈസ്, അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കുറേ ആൾ കമൻ്റ് ഇട്ട് ചോദിച്ചു അതിനകത്ത് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി കാരണം. ഓക്കെ, ബൈ.